ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് 8 സോഷ്യൽ സയൻസിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള അധിനിവേശവും ചെറുത്തുനിൽപ്പുമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് 8 സോഷ്യൽ സയൻസ് മലയാളം മീഡിയം എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഓർഡർ വൈസ് ആയിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു എഴുത്ത് കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇന്ത്യയിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഇന്ത്യയിലേക്ക് അയക്കുന്നത് എപ്പോഴാണ്? 1601 ഏപ്രിലായിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. അപ്പോൾ ഈ 4 കപ്പൽ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് മടങ്ങിയെത്തി എന്നാണ് പറയുന്നത്. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു വിജയം ഉണ്ടായപ്പോൾ ഇതേ കപ്പൽ തന്നെ 1604 മാർച്ചിൽ 2ാമത്തെ ദൗത്യം ആരംഭിക്കുകയാണ് ചെയ്തത്. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. അപ്പോൾ തിരിച്ചുള്ള യാത്രയിൽ ഏറ്റവും ആദ്യം പുറപ്പെട്ടത് ഹെക്ടറും സൂസനുമാണ്. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. അപ്പോൾ നമ്മുടെ സൂസൻ കപ്പൽ എന്ത് ചെയ്യുന്നു? കടലിൽ വെച്ച് തകരുകയാണ് ചെയ്യുന്നത്. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗനും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്നു. ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. അപ്പോൾ ആ കപ്പലിൽ ഉണ്ടായിട്ടുള്ള മിക്ക നാവികരും ഈ കാരണം കൊണ്ട് എന്ത് ചെയ്തു? മരണപ്പെട്ടു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. അപ്പോൾ 1606 മെയ് മാസത്തിലാണ് നമ്മുടെ ഇംഗ്ലണ്ടിലെ എന്തൊക്കെ നിറച്ച കപ്പലുകൾ എത്തുന്നത്? കുരുമുളകും ഗ്രാമ്പും ജാതിക്കയും ഒക്കെ നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിൽ എത്തുന്നത്. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിൻ്റെ 95%. കമ്പനിയുടെ ലാഭം എന്തായിരുന്നു? മുടക്കുമുതലിൻ്റെ 95%. ഇന്ത്യയുൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഈസ്റ്റ് ഇൻഡീസ് വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ വിതരണം വായിച്ചല്ലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശം, അതായത് അതിനെയാണ് നമ്മൾ ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം എങ്ങനെയാണ് നമ്മുടെ വ്യാപാരം നടത്താനുള്ള പരിശ്രമങ്ങൾ ഒക്കെ തുടങ്ങിയെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രേരിപ്പിച്ചിരുന്നത് തന്നെ നമുക്ക് പരിശോധിക്കാം. പ്രാചീന കാലം മുതൽ യൂറോപ്യന്മാർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് കാലം മുതലേ യൂറോപ്യന്മാർക്ക് ലോകത്തിലെ പല ഭാഗങ്ങളുമായിട്ട് എന്തുണ്ടായിരുന്നു? വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. നമ്മുടെ ഏഷ്യ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന യൂറോപ്പിൽ നിന്ന് കിഴക്കു ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിന് നയിച്ചു. അപ്പോൾ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ സമുദ്രപാത യൂറോപ്പിൽ നിന്ന് കിഴക്കു ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത അവർ കണ്ടെത്തുകയാണ്, ഇതിലേക്ക് നയിക്കുകയാണ്. ഇതിന് കാരണമായിട്ടുള്ള പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും യൂറോപ്പിൽ നിന്ന് കിഴക്കു ഭാഗത്തേക്ക് സമുദ്രപാത അവർ കണ്ടെത്താൻ ശ്രമിച്ചത്? അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? യൂറോപ്യൻ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. അപ്പോൾ കപ്പൽ യാത്രയിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പുരോഗതി, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, അതായത് അവർക്ക് ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് അറിവുകൾ കൂടുതൽ കിട്ടി, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായിട്ടുള്ള പുരോഗതി. അപ്പോൾ കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ദിശയൊക്കെ കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ അതിലൊക്കെ ഉണ്ടായിട്ടുള്ള പുരോഗതി, പുതിയ പ്രധാന
പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങളുടെ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിട്ടുള്ള കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അപ്പോൾ നമ്മുടെ തുർക്കികൾ എന്ത് പിടിച്ചടക്കുന്നുണ്ട്? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അതായത് യൂറോപ്പിനും അതുപോലെ തന്നെ ഏഷ്യയിലെയും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു എന്ത്? കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ കരമാർഗം വഴി വ്യാപാര ബന്ധത്തിൽ ഈ ഒരു ഏരിയ വഴിയാണ് ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴിയിലുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ 1453 തുർക്കികൾ എന്താ ചെയ്തത്? അവിടം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം അവരെന്ത് ചെയ്തു? തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. അപ്പോൾ പുതിയ പാത കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ യൂറോപ്യന്മാരെന്തായി? നിർബന്ധിതരായി. ഇനി പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. അപ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് കടൽ, ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു. അതിൽ ആരാണ് ആദ്യം എത്തിയ പോർച്ചുഗീസുകാരൻ? അത് നമ്മുടെ വാസ്കോഡ ഗാമയായിരുന്നു. വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് മാപ്പ്, നമ്മുടെ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര, അതിൻ്റെ ഒരു മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലിസ്ബണിൽ നിന്നാണ് നമ്മുടെ വാസ്കോഡ ഗാമ യാത്ര തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്, നമ്മുടെ കപ്പൽ ഇറങ്ങുന്നത് കാപ്പാടാണ്. ഭൂപടം നിരീക്ഷിച്ച് ചുവടെ പറയുന്നവ കണ്ടെത്തുക. വാസ്കോഡ ഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം, അപ്പോൾ അതേതാ? ലിസ്ബണാണ്. പിന്നെ വാസ്കോഡ ഗാമ എത്തിച്ചേർന്ന സ്ഥലം അത് കാപ്പാടാണ്. വാസ്കോഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങളും വൻകരകളും ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് എഴുതാം. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര. ഇനി നമുക്ക് പറയാനുള്ളത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയെ പറ്റിയാണ്. അതിനു മുന്നേ റൈറ്റ് സൈഡിൽ ഗാമയുടെ കപ്പലുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പം നമ്മുടെ വാസ്കോഡ ഗാമയും സംഘവും ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത് 3 കപ്പൽ വഴിയാണ്. ശ്രദ്ധിക്കുക, 3 കപ്പൽ വഴിയാണ്. അതേതൊക്കെയാണ്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകൾ. അപ്പോൾ 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. ഒന്നുകൂടി പറയാം. 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ. തൊട്ടു മുന്നേ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. അപ്പം അന്നുള്ള കാലത്ത് കോഴിക്കോട് ആരാണ് ഭരിച്ചിരുന്നത്? സാമൂതിരി രാജവംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അപ്പം അതിനു മുന്നേ നമ്മുടെ കോഴിക്കോടുമായിട്ടുള്ള വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് നമ്മുടെ അറബികളായിരുന്നു. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാരത്തിന് അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. അപ്പോൾ ഗാമ ചെന്നിട്ട് അവിടെ പറയാണ്, കൊടുത്തിരുന്നത് നമ്മൾ അറബികൾക്കായിരുന്നല്ലോ, അപ്പോൾ അവരെ പുറത്താക്കിയിട്ട് അവകാശങ്ങളെല്ലാം ഇവർക്ക് കൊടുക്കാൻ, വ്യാപാരത്തിനുള്ള അവകാശങ്ങൾ പോർച്ചുഗീസുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാസ്കോഡ ഗാമ ചെന്ന് പറയുമ്പോൾ അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി അതിന് സമ്മതിക്കുന്നില്ല, അതിന് എതിർക്കുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര
അനുമതി നേടിയെടുത്തു. അപ്പോൾ ഈ കോഴിക്കോടത്തെ സാമൂതിരി സമ്മതിക്കാണ്ടായപ്പോൾ വാസ്കോഡഗാമ നേരെ നമ്മുടെ കണ്ണൂരിലേക്ക് പോയി അവിടുത്തെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരത്തിനുള്ള അനുമതി അദ്ദേഹം നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗീസിലേക്ക് മടങ്ങി. അപ്പോൾ അവിടെയുള്ള കുരുമുളകളൊക്കെ ശേഖരിച്ചിട്ട് അദ്ദേഹം എങ്ങോട്ട് പോയി? തിരിച്ച് പോർച്ചുഗീസിലേക്ക് തന്നെ മടങ്ങി. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയും 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. അപ്പോൾ തിരിച്ചു മടങ്ങുമ്പോൾ യാത്രയ്ക്കുള്ള ചിലവിനായിട്ടുള്ള തുകയും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയത്. ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. അപ്പോൾ അവർക്ക് ഇങ്ങനെ വന്ന് കുരുമുളകൊക്കെ എടുത്തിട്ട് പോയപ്പോൾ അവർക്ക് ലാഭമാണ് കിട്ടിയത്. അപ്പോൾ അത് അവർക്ക് ഒന്നുകൂടി എന്ത് തോന്നി? വീണ്ടും ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലുള്ളതൊക്കെ കളക്ട് ചെയ്യാം എന്നുള്ള ഒരു ബോധം അവർക്ക് വന്നു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാരപ്പെടുത്തുക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. അപ്പോൾ നമ്മുടെ സാമൂതിരി ഇതിനൊന്നും സമ്മതിച്ചില്ല. അവർ തമ്മിലൊരു വഴക്കുകൾ ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാരിൽ നിന്നായിരുന്നു. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായത് നമ്മുടെ കുഞ്ഞാലി മരക്കാർ. അവരാരാണ്? കുഞ്ഞാലി മരക്കാർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമൂതിരിമാരുടെ നാവിക തലവന്മാരായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാലി മരക്കാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായില്ല. അപ്പോൾ ഈ കുഞ്ഞാലി മരക്കാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് കുഞ്ഞാലി മരക്കാർ എന്നെ പറ്റിയിട്ട് നോക്കാം. പോർച്ചുഗീസുകാരുടെ ആക്രമങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീര പ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർമാരാണ്. കുഞ്ഞാലി മരക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. അപ്പോൾ ഈ സ്ഥാനത്ത് എത്ര പേര് വന്നിരുന്നു? 4 പേരാണ് വന്നിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. അപ്പം നമ്മുടെ പോർച്ചുഗീസുകാരെ ആദ്യം പരാജയപ്പെടുത്തിയിട്ട് ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരായിരുന്നു? കുഞ്ഞാലി മൂന്നാമനായിരുന്നു. ശ്രദ്ധിക്കുക, ചാലിയം കോട്ട ആരാണ് പിടിച്ചെടുത്തത്? കുഞ്ഞാലി മൂന്നാമനായിരുന്നു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. അപ്പോൾ കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ എവിടെ വെച്ചാണ് വധിക്കുന്നത്? ഗോവയിൽ വെച്ചാണ് വധിക്കുന്നത്. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ പതനവും ആരംഭിച്ചു. ഇനി പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങളാണ്. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ, ആ വസ്തുക്കളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? മേശ, കസേര, അലമാര, അതുപോലെ തന്നെ ജനവാതിൽ, പേന, ചാക്ക്, ഇതൊക്കെയാണ്. അതൊക്കെ അവിടെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. അപ്പോൾ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് മലയാള പദത്തിലേക്ക് വന്നിട്ടുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. അതായത് കശുമാവിനെ പറയുന്നത് പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ അവരെന്ത് ചെയ്തു? നമ്മളെ പരിചയപ്പെടുത്തി. ഇതൊക്കെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, അതിൻ്റെ പേരെന്താണ്? മാനുവൽ കോട്ട എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, അതിൻ്റെ പേര് മാനുവൽ കോട്ട. അത് കൊച്ചിയിൽ സ്ഥാപിച്ചു. എവിടെയാണ് സ്ഥാപിച്ചത്? കൊച്ചിയിൽ സ്ഥാപിച്ചു. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ കീഴിലായി. ഏതൊക്കെ പ്രദേശങ്ങളാണ്?
കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ കീഴിലായി. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ട് നാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഏതൊക്കെ? ചവിട്ട് നാടകം, മാർഗംകളി. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. അപ്പോൾ യൂറോപ്യന്മാർ വന്നതിന് ശേഷം ഇന്ത്യയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ പോയിന്റ്സ് ഒക്കെ എഴുതണം. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. എന്തൊക്കെ ആരംഭിച്ചു? ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിൽ വ്യത്യസ്ത മേഖലയിൽ ചെലുത്തിയ സ്വാധീനം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ രാഷ്ട്രീയ മേഖലയിലും കാർഷിക മേഖലയിലും വിജ്ഞാന മേഖലയിലും അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിലും ഈ പോർച്ചുഗീസ് ബന്ധം എന്തെല്ലാം സ്വാധീനങ്ങളാണ് നിലത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പോർച്ചുഗീസുകാരെ പറ്റി പഠിച്ചു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡച്ചുകാരെ പറ്റിയാണ്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്പൻ, അതായത് ഹോളണ്ടിൽ നിന്ന്, നെതർലാൻഡ്സ് എന്നൊക്കെ പറയും, നിന്നുള്ളവരായിരുന്നു നമ്മുടെ ഈ ഡച്ചുകാർ എന്ന് പറയുന്നത്. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ജിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കുക, ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ അതേതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. അപ്പോൾ കച്ചവടാധിപത്യത്തിൽ നമ്മുടെ ആരാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയത്? ഡച്ചുകാരാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കുളച്ചിൽ യുദ്ധം, അതായത് ബാറ്റിൽ ഓഫ് കുളച്ചിൽ. 1747, അതായത് 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചിലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ശ്രദ്ധിക്കുക, 1741 കന്യാകുമാരിക്കടുത്തുള്ള, എവിടെയാണ് കുളച്ചിൽ സ്ഥിതി ചെയ്യുന്നത്? കന്യാകുമാരിക്ക് അടുത്താണ്. അവിടെ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ചെയ്തത്. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിൽ ആധിപത്യം നഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കുക, ഈ യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെടുന്നത്? ഡച്ചുകാരാണ് പരാജയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ഇന്ത്യയിലെ ആധിപത്യം എന്ത് ചെയ്യാണ്? നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെടുന്ന ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. ശ്രദ്ധിക്കുക, ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യയിലെ ഭരണാധികാരിയോട് പരാജയപ്പെടുന്ന ആദ്യത്തെ യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? അത് കുളച്ചിൽ യുദ്ധമായിരുന്നു. ഹോർത്തൂസ് മലബാറിക്യൂസ്. ശ്രദ്ധിക്കുക, അടുത്ത നമുക്ക് പറയാനുള്ളത് ഹോർത്തൂസ് മലബാറിക്യൂസ് ആണ്. അപ്പോൾ അതിൻ്റെ ചിത്രം ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്യൂസ് എന്ന കൃതിയാണ്. ശ്രദ്ധിക്കുക, ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്യൂസ് എന്ന കൃതിയാണ്. കേരളത്തിൽ 742 ഔഷധ സസ്യങ്ങൾ, കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മളുടെ ഈ ഒരു ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ ഡ്രീത് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ ഒരു കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഹെൻറിക് വാൻ ഡ്രീത് ആണ്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പോൾ ഇത് എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സഹായിച്ചത് നമ്മുടെ കേരളത്തിലെ മലയാളി ആയിട്ടുള്ള ഇട്ടി അച്യുതൻ എന്ന വൈദ്യരായിരുന്നു.
അപ്പു ഭട്ട്, രംഗ ഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളിയായി. അപ്പോൾ രചനയിൽ പങ്കാളിയായത് ആരൊക്കെയാണ്? അപ്പു ഭട്ട്, രംഗ ഭട്ട്, വിനായക ഭട്ട്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കൂസ് ആണ്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കൂസ് ആണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. അപ്പോൾ മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് നമ്മുടെ ഈ ഒരു കൃതി വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ KS മണിലാലാണ്. ഇനി നമുക്ക് ഇട്ടി അച്യുതനെ പറ്റി നോക്കാം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു നമ്മുടെ ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. ഹോർത്തൂസ് മലബാറിക്കൂസ് ഒരു ചിത്രമാണിത്. ഏത് സസ്യമാണെന്ന് തിരിച്ചറിയാൻ. ഇനി നമുക്ക് പറയാനുള്ളത് ഫ്രഞ്ചുകാരാണ്. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷുകാർ പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ യൂറോപ്യന്മാർ വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരും പിന്നെ നമ്മുടെ ഫ്രഞ്ചുകാരുമാണ്. ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധം. അപ്പം നമ്മുടെ ദക്ഷിണേന്ത്യ ആധിപത്യം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു ഏത്? കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. അപ്പം ഈ യുദ്ധത്തിൽ ആരാ ജയിച്ചത്? അത് ബ്രിട്ടീഷുകാരാണ് ജയിച്ചത്. തൽഫലമായ ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, അതായത് പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. അപ്പോൾ ജയിച്ചത് ബ്രിട്ടീഷുകാരാണ്. തോറ്റ ഫ്രഞ്ചുകാരുടെ അവരുടെ ആധിപത്യം ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങി. നമുക്ക് എന്താണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് നോക്കാം. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ചുകാരും അതുപോലെ ബ്രിട്ടീഷും തമ്മിലുള്ള യുദ്ധം എവിടെ വെച്ച് നടന്നത്? ഇന്ത്യയിൽ വെച്ച് നടന്നത്. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. അപ്പോൾ കർണാട്ടിക് എന്ന് പറയുന്നത് ഏത് മേഖലയാണ്? തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. ശ്രദ്ധിക്കുക, 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. ഏതൊക്കെയാണ്? തന്നിട്ടുള്ള ഭൂപടം നിരീക്ഷിച്ച് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ എന്നിവരുടെ അധീനതയിലായിരുന്ന പ്രധാന കേന്ദ്രങ്ങൾ കണ്ടെത്തൂ. ഏതൊക്കെയാണ്? ഈ നമ്മുടെ ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളതാണ് പോർച്ചുഗീസുകാർ, നീല കളറിൽ കൊടുത്തിട്ടുള്ള കേന്ദ്രം ഡച്ചുകാർ, പച്ച കളറിൽ ഫ്രഞ്ച്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ അടിയിൽ വന്നിട്ടുള്ള കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, ഗോവ, ദാമൻ, ദിയു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡച്ചുകാരുടെയോ അഹമ്മദാബാദ്, ബറോച്ച്, ചിൻസുര. അതും നമ്മൾ പറഞ്ഞു. ഇനി ഫ്രഞ്ചുകാരുടെ ഏതൊക്കെയാണ് വന്നത്? മാഹി, കാരയ്ക്കൽ, പോണ്ടിച്ചേരി, യാനം. അപ്പോൾ അതാണ് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അടിയിലെടുത്ത് എഴുതിയാൽ മതി. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് നമ്മൾ ഈ പാഠത്തിൻ്റെ ആരംഭത്തിൽ ചർച്ച ചെയ്തല്ലോ. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അപ്പോൾ ഏഷ്യയുമായിട്ടുള്ള വ്യാപാരത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന വർഷമാണ് 1600. കമ്പനിയുടെ പ്രതിനിധി
പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവടത്താവളം, അതായത് ഫാക്ടറി സ്ഥാപിച്ചു. അപ്പോൾ കമ്പനിയുടെ പ്രതിനിധിയായിട്ടുള്ള ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്ന് അനുമതി വേടി. എന്തിനു വേണ്ടിയിട്ട്? ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവടത്താവളം, അതായത് ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഫാക്ടറി സ്ഥാപിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അവരെന്ത് ഫാക്ടറികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് മദ്രാസ്, അതായത് ചെന്നൈ, ബോംബെ, അതായത് മുംബൈ, കൽക്കട്ട, അതായത് കൊൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. അപ്പോൾ ഇവിടെയൊക്കെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ അവിടെ ആധിപത്യം കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലെവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അങ്ങനെ ആ യുദ്ധത്തിൽ ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലെവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം പരാജയപ്പെടുത്തുകയായിരുന്നു. ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. അങ്ങനെ അവർ ബംഗാൾ കീഴടക്കുകയാണ്. അതിലൂടെ മറ്റ് പ്രദേശങ്ങളും അവർ കീഴടക്കാൻ തുടങ്ങി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ബ്രിട്ടീഷുകാർ എന്താ ചെയ്യുക? നമ്മുടെ കാർഷിക സമ്പന്നമായിട്ടുള്ള ബംഗാളിലെ ഭൂനികുതി അവരുടെ കൈക്കലാക്കുകയാണ്. ഭൂനികുതി അവർ കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അവരുടെ കീഴടക്കാനുള്ള പണം അവരെന്ത് ചെയ്തു? സ്വരൂപിച്ച് വെക്കുകയും ചെയ്തു. 1764 ബക്സാർ എന്ന സ്ഥലത്തു വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യങ്ങളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അപ്പോൾ 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ നമ്മുടെ ഒരു യുദ്ധം നടക്കുകയാണ്. എവിടെ വെച്ചിട്ട്? ബക്സാറിൽ. അതോടെ ബീഹാറും ബംഗാളും ഒറീസ എന്നീ പ്രദേശങ്ങളിലുള്ള നികുതി പിരിക്കാനുള്ള അവകാശമൊക്കെ കമ്പനി സ്വന്തമാക്കുകയാണ്. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷൂജ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ആരൊക്കെയാണ് പരാജയപ്പെടുത്തിയെന്ന് നോക്കാം. മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളുടെ ആധിപത്യം നേടിക്കൊണ്ട് ഭരണകാര്യങ്ങളിൽ കമ്പനി ഇടപെടാനിടയായ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുക. നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാ, ഞാനിവിടെ എഴുതി കൊടുക്കാം, നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അടുത്തത് 1639 മദ്രാസ് തുറമുഖത്തിൻ്റെ ചുകവരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന് ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്ര നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. അപ്പം നമ്മൾ 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ ആരാണ് വിവാഹം കഴിക്കുന്നത്? ചാൾസ് രണ്ടാമൻ. അപ്പോൾ അദ്ദേഹത്തിന് ഉപഹാരമായി ലഭിച്ച പ്രദേശമായിരുന്നു ഇന്ത്യയിലെ ബോംബെ. പിന്നീട് അത് ആർക്ക് കൈമാറുകയാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. 1698 സുധനദി, കാലിഘട്ട, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്കു ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ്
വില്യം കോട്ട, ഫോർട്ട് വില്യം. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. ശ്രദ്ധിക്കുക, 1698 സുധ നദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്കും ചുറ്റും ബ്രിട്ടീഷുകാർ ഒരു കോട്ട പണിയാണ്. അതാണ് വില്യം കോട്ട, അതായത് ഫോർട്ട് വില്യം. പിന്നീട് ഈ ഒരു പ്രദേശം പട്ടണമായിട്ട് മാറുകയാണ്. ആ ഒരു പട്ടണമാണ് കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം. റോബർട്ട് ക്ലൈവ് പറഞ്ഞിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനികനായിരുന്ന റോബർട്ട് ക്ലൈവിൻ്റെ വാക്കുകൾ നിങ്ങൾ വായിച്ചല്ലോ. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? എന്തുകൊണ്ടാണ്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം. അപ്പം പ്രധാനമായിട്ടും ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നില്ല, ഒരു അനൈക്യമായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ, അവരുടെ സൈന്യം നല്ല ഇതായിരുന്നു, അതുപോലെ സാങ്കേതിക വിദ്യയും നല്ലതായിരുന്നു. ഒരു പോയിന്റ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാനാണ്. അടുത്തത് നാട്ടുരാജ്യങ്ങളും കമ്പനിയും. അത് മുതൽ നമ്മൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. താങ്ക്